ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നതാ. ഹായ്, ഹലോ, എല്ലാവർക്കും മെറിറ്റുമിന്റെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എഗെയിൻ ധ്യാൻ ശ്രീനിവാസൻ. എന്താ എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ധ്യാൻ ശ്രീനിവാസൻ, കൊടിയേറി മക്കളെ, നസീർ ആൻഡ് കുഡുസ് മീഡിയ. ഓറാക്കണ്ട, ഞാൻ പറയാം. ഇവന്മാരറിഞ്ഞൂടോ? നിന്നെ അറിഞ്ഞൂടോ? പണി തുടങ്ങി. പേര് ഷഫിളായാലും അർത്ഥം അറിയാമോ? ആളറിയില്ല. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇതിലാരാ കോട്ടയം നസീർ? ഞാനല്ലേ? ചേട്ടാ, കല്ലേറ് തുടങ്ങിയാലോ? വേണ്ട, കല്ല് തീർന്നു പോകും. ആദ്യം കൂവ, പിന്നെ കല്ലേറ്. ലിസ്റ്റിലേ ഇല്ല. ഒരു സംശയം അറിയാം, നീ ഇത് മാത്രം കറക്റ്റ് പറയാനുള്ള കാരണമാണ് ഞങ്ങൾക്ക് ഇത് മാത്രം എന്തുകൊണ്ട് നീ പ്രത്യേകത നീ കറക്റ്റ് പറഞ്ഞു? വേറൊന്നില്ലേ പറയാൻ? ഒന്നുമില്ല. അതെന്റെ എക്സ് ലവറിന്റെ പേര് അമ്മയെന്നായിരുന്നു. അത് സംഭവബഹുലമായ ഒരു കഥയാണല്ല. ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ ചിരിപ്പിച്ച് പീഡിപ്പിക്കുന്നു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ചേട്ടന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു സ്ട്രെസ് റിലീഫ്. എനിക്ക് എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾ കണ്ടോ? ഇല്ല, കാണില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത്. നിങ്ങൾ ഇവരോട് ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അത് ഞാൻ എണ്ണിട്ടില്ല, എണ്ണി നോക്കിട്ട് കൃത്യമായിട്ട് അറിയിക്കാം. സാറൂടെ ഉണ്ടാവില്ല. ഓ, കണക്ക് ചോദിക്കാൻ എന്തുമാത്രം ആൾക്കാരാ. എടി, ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ. നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന അവരുടെ കഷ്ടമാണ് കേട്ടോ. നമ്മളൊരു 2 കൊല്ലം മുമ്പ് കൊടുത്തിട്ടുണ്ടോ? ആകെ 2 ചാനൽ എടുത്തിട്ടുള്ളൂ. അതേണെന്ന് പോലും ഓർമ്മയില്ല. ഈശോയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ? ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു. കൈയടി മുഴുവൻ തീർക്കണ്ട. എന്ത് കലക്കണം? അത് അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും. എണ്ണിക്കോ. നിങ്ങൾ എല്ലാവർക്കും ഇന്റർവ്യൂ എടുത്ത് നടക്കുമല്ലോ നമ്മള്. കുറച്ച് പണിയുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഇവരുടെ റീൽ 5 മില്യൺ കാണും. എന്റെ ഇന്റർവ്യൂ 10-20 മില്യൺ കണ്ട എന്റെ ഇന്റർവ്യൂ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ? അല്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയണം. ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത്. ഞാൻ അങ്ങനെ അധികം റീൽസ് ഒന്നും ഇവരുടെ കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? പ്രഭാകര, പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? വേറെ ആര് തിരിച്ചോട്ടെ, നീ തിരിക്കാമോ ഇതിന്? നിന്റെ ഈ പതനം ഞാൻ എന്നേ പ്രതീക്ഷിച്ചതാണ്. അല്ല, അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. പറഞ്ഞതിലും കാര്യമുണ്ട്. ആ കുട്ടി ചിരിച്ചാലും കാര്യമുണ്ട്. അതാരാ? പോയാ ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. നീ ഇതിലിരുന്നാ മതി. മുത്തല്ല എന്റെ മസ്തു. വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഇതൊരു അതാണ് എന്റെ പ്രശ്നം. എന്നായടാ, ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് നീ ചെയ്തത്. ദൈവം നമ്മളെ കൂട്ടുകാരാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാ. നമ്മളെ പിരിക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും പറ്റില്ലടാ. Oh my God.